ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നു. തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹ്മദ് അൽ താനി അംഗീകാരം നൽകി. പുതിയ പ്രഖ്യാപനം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാണ്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും സ്വദേശികളായ തൊഴിലാളികളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കാനും സ്വദേശികൾക്കും സ്വദേശി വനിതകളുടെ കുട്ടികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ നൽകാനും ലക്ഷ്യമാക്കിയാണ് നിയമം നടപ്പാക്കുന്നത്. ഇതുവഴി സ്വകാര്യ തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ ഉൾക്കൊള്ളിക്കാനും സ്വദേശികളുടെ മാനവ വിഭവശേഷി സ്വകാര്യ തൊഴിൽ മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്താനുമാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഔദ്യോഗിക വാർത്താ ഉറവിടമായ ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്വദേശികളായ യോഗ്യരായ ആളുകളെ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുക, സ്വദേശികളെ ആകർഷിക്കുന്ന തരത്തിൽ കമ്പനികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ വിപണിയിലെ ആവശ്യകത നിറവേറ്റുക, കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ കമ്പനികളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. രാജ്യത്തെ വിവിധ മേഖലകളിൽപ്പെട്ട സ്ഥാപനങ്ങൾ പുതിയ നിയമത്തിനു കീഴിൽ ഉൾപ്പെടുമെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. വാണിജ്യ രജിസ്ട്രേഷനുള്ള വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങൾ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, ലാഭം ലക്ഷ്യം വെക്കാതെ പ്രവർത്തിക്കുന്ന ചാരിറ്റി സ്ഥാപനങ്ങൾ, കായിക സ്ഥാപനങ്ങൾ, അസോസിയേഷനുകൾ തുടങ്ങിയവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. സ്ഥാപനത്തിന്റെ നിലവാരം, തൊഴിലാളികളുടെ എണ്ണം, ജോലി എന്നിവയെ അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങളെ തരംതിരിച്ച് സ്വകാര്യ മേഖലയ്ക്കായി തൊഴിൽ ദേശസൽക്കരണ പദ്ധതി നടപ്പിലാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഖത്തരി പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. തൊഴിൽ ദേശസാൽക്കരണത്തിനായുള്ള സ്റ്റാൻഡേർഡ് തൊഴിൽ കരാർ ടെംപ്ലേറ്റുകൾ പുറപ്പെടുവിക്കുന്നതിനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ മാത്രമേ നിയമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അൻവർ പാലേരി, 24 ദോഹ.